ഈ കൊച്ചിയിലെ ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോയെ കാണാനെത്തിയത് 3 പേരാണെന്ന് പോലീസ് പറയുന്നുണ്ട്. 3 ആർട്ടിസ്റ്റുകളാ. 3 പേര് പറയുന്നു. അവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് സുഹൃത്തിന്റെ മൊഴി കൂടിയുണ്ട്. റിസപ്ഷനിൽ ലഭിച്ച ഫോണിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഓടിയത് എന്ന് സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു. അപ്പൊ വിഷ്ണു സുരേഷ് വീണ്ടും ചെയ്യുന്നു. വിഷ്ണു, അപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ എന്താണ് അവസ്ഥ എന്നുള്ളത് അതറിയില്ല. പക്ഷേ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ എന്താണ്? ഈ സുഹൃത്തിന്റെ മൊഴി ഉണ്ടെന്ന് പറയുന്നു. അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് വിഷ്ണു? പ്രജിൻ, ഇന്നലെ വൈകിട്ട് 10:45 കൂടിയാണ് ആ റെയ്ഡും പരിപാടിയൊക്കെ നടക്കുന്നത്. അതിനിടയിൽ അവിടെ ആ മുറിയിൽ ഷൈൻ ടോം ചാക്കോക്കൊപ്പം പാലക്കാട് സ്വദേശിയായ സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്താണ് പറയുന്നത്, റിസപ്ഷനിൽ നിന്ന് ഫോൺ വന്ന പശ്ചാത്തലത്തിലാണ്, ആരോ മുറിയിലേക്ക് വരുന്നു എന്ന റിസപ്ഷനിൽ നിന്ന് ഫോൺ വന്ന പശ്ചാത്തലത്തിലാണ് ഷൈൻ ഓടി രക്ഷപ്പെട്ടത്. അവിടെ ലഹരി ഉപയോഗം ഉണ്ടായിട്ടില്ല എന്നാണ് സുഹൃത്ത് മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം അവിടെ മദ്യത്തിൻ്റെ കുപ്പികൾ മാത്രമായി ഉണ്ടായിരുന്നുള്ളൂ എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനെ അന്വേഷിച്ച്, അതായത് അയാൾക്കും ഈ ഷൈൻ ടോം ചാക്കോയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലവിൽ ആ ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയത്. ഈ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരൻ ആ മുറിയിലുണ്ട്, ഇരുവരും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്, അവർ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത്. ഇനി പക്ഷേ അവിടെ രാസലഹരി സാന്നിധ്യമോ അതല്ലെങ്കിൽ സിപ്പ് കവറോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താനുമായില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഷൈൻ്റെ അറസ്റ്റോ അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്കൊക്കെ പോകുന്നതിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയുണ്ട്. പോലീസ് പറയുന്നത് വൈദ്യപരിശോധന ഭയന്നായിരിക്കാം ഷൈൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നാണ്. നേരത്തെയുള്ള കേസുകളൊക്കെ ഷൈന് മുൻപിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു സാഹചര്യം ഭയന്ന് ഷൈൻ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നിലവിൽ പോലീസ് വിലയിരുത്തുന്നത്. ഇയാൾ എവിടെയാണുള്ളതെന്ന് പോലീസിന് കൃത്യമായി അറിയാം. അങ്ങനെ പുറകെ ചെന്ന് പിടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നുണ്ടാകും. രാവിലെ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ വ്യക്തത പോലീസ് വരുത്തുക. അതിനുശേഷം ഷൈന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യും. അതായത് ഇന്നലെ ഷൈൻ്റെ മുറിയിലേക്ക് ഏകദേശം 3ഓളം പേർ വന്നിട്ടുണ്ട്. അവരുമായി ഷൈൻ സംസാരിച്ചു. പക്ഷേ അവിടെ മറ്റ് ലഹരി ഉപയോഗങ്ങൾ നടന്നിട്ടുണ്ടോ, കാര്യങ്ങൾ ഇവരെന്താണ്, ആരൊക്കെയാണ് വന്നത്, അവരെല്ലാം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ഈ സിനിമാ മേഖലയിൽ സമഗ്രമായ ഈ ലഹരി വിരുദ്ധ പരിപാടിക്ക് പോലീസ് തുടക്കം കുറിക്കുകയാണ്. ശക്തമായ അന്വേഷണം നടത്താൻ പോലീസും എക്സൈസും തീരുമാനിക്കുന്നു. സിനിമാ സംഘടനകളുടെ സഹായത്തോടു കൂടിയായിരിക്കും ആ നടപടികൾ ഉണ്ടാകുക. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 6ഓളം കേസുകളിലാണ്, പ്രത്യേകിച്ച് NDPS കേസുകളിലാണ് സിനിമാക്കാരുടെ പേര് ഉയർന്നു വന്നിട്ടുള്ളത്. അത് അതീവ ഗൗരവത്തോടു കൂടി പോലീസ് നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. പ്രജിത്ത്, അപ്പൊ എസ് കെ എന്തിനാണ് കേസുകളെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഷൈൻ ടോം ചാക്കോയെ വിളിച്ച് ചോദിക്കും, എന്തിനാ ഓടിയോ ചോദിക്കും, എന്തിനാണ് ഓടാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു എക്സർസൈസിന് വേണ്ടി ഞാൻ ഓടിയതാണെന്ന് പറഞ്ഞ അല്ലേ. മാത്രമല്ല ഈ PT ഉഷ ഓടിയ പോലെ ഒരു ചരിത്രമൊന്നും അല്ലല്ലോ ഇത്. അല്ലേ എസ് കെ, പക്ഷെ 3ാം നിലയിൽ നിന്ന് 2ാം നിലയുടെ സൺഷെയിലോട് ചാടി നമ്മളെന്തായാലും ആ മനുഷ്യന് സംശയത്തിന് നിലയിൽ നിർത്തണ്ട അല്ലേ. കാരണം ഒരാൾ ഓടി, നമ്മളൊക്കെ വല്ലാത്ത ഓട്ടമാണ്. പക്ഷെ ഇങ്ങനെ ഓടി ഓട്ടം മുഴുക്കത്തില്ല, അത് വേറെ കാര്യം.